ലിബിയയുടെ എണ്ണയുൽപാദന മേഖലയും സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ അടിയറവ് പറയിപ്പിക്കുന്ന രീതിയിലുള്ള അതിരൂക്ഷമായ സുരക്ഷാ ഭീഷണിയാണ് നിലവിൽ തലപൊക്കിയത്. പടിഞ്ഞാറൻ ലിബിയയിലെ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലയായ സാവിയ ഓയിൽ റിഫൈനിംഗ് കമ്പനിയുടെ പ്രധാന സംഭരണശാലകൾക്കും പൈപ്പ് ലൈൻ ശൃംഖലയ്ക്കും സമീപം വീണ്ടും ഡ്രോൺ പതിച്ച സംഭവം ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേവലം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയെ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുന്നു. തുടർച്ചയായ മൂന്നാം തവണയാണ് ഇത്തരമൊരു ഡ്രോൺ ആക്രമണം സാവിയ റിഫൈനറിയെ ലക്ഷ്യമിട്ടുണ്ടാകുന്നത് എന്ന് ലിബിയയുടെ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒടുവിലുണ്ടായ സംഭവത്തിൽ ആളപായമോ വലിയ തോതിലുള്ള ഭൗതിക നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. എങ്കിലും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖലയിലേക്ക് തുടർച്ചയായി ഡ്രോണുകൾ എത്തുന്നതും അപകടമുണ്ടാക്കുന്നതും അങ്ങേയറ്റം ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. സമീപ ദിവസങ്ങളിൽ നടന്ന സമാനമായ മറ്റൊരാക്രമണത്തിൽ സാവിയയിലെ ഗ്യാസോലിന് സംഭരണ ടാങ്കിന് നേരെ ഡ്രോൺ പതിക്കുകയും വൻതോതിലുള്ള തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിരുന്നു. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിശമന സേനയ്ക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. പെട്രോ കെമിക്കൽ വ്യവസായത്തിലും ഇന്ധന നിർമ്മാണത്തിലും അതീവ പ്രാധാന്യമുള്ള നേഫ്ത സൂക്ഷിച്ചിരുന്ന ടാങ്കുകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ വലിയൊരു സ്ഫോടനത്തിലേക്കും വൻ വിനാശത്തിലേക്കും വഴിവെക്കാൻ പോന്നവയാണ്. ആക്രമണങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടാകുന്നത് യാദൃശ്ചികമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇവ നടക്കുന്നതെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ സുരക്ഷാ ഭീഷണികൾ കാരണം സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന കർശന മുന്നറിയിപ്പ് നാഷണൽ ഓയിൽ കോർപ്പറേഷൻ ഇതിനോടകം നൽകി. അടിസ്ഥാന സൗകര്യങ്ങൾക്കും ജീവനക്കാരുടെ ജീവനും ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ ഫോഴ്സ് മജൂർ പ്രഖ്യാപിക്കാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുമെന്നാണ് NOC വ്യക്തമാക്കിയത്. നിയമപരമായ ബാധ്യതകളിൽ നിന്ന് താൽക്കാലികമായി ഒഴിഞ്ഞുമാറാനും ഉൽപാദനം പൂർണ്ണമായി നിർത്തിവെക്കാനും സഹായിക്കുന്ന അടിയന്തര നടപടിയാണിത്. ലിബിയയുടെ മൊത്തത്തിലുള്ള ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സാവിയ റിഫൈനറി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രതിദിനം ഏകദേശം 1,20,000 ബാരൽ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളതാണ് ഈ അത്യാധുനിക പ്ലാന്റ്. അതിനാൽ തന്നെ സാഫിയ റിഫൈനറിയുടെ പ്രവർത്തനം ഏതാനും ദിവസത്തേക്ക് തടസ്സപ്പെട്ടാൽ പോലും അത് രാജ്യത്തുടനീളമുള്ള ഇന്ധന ലഭ്യതയെയും ആഭ്യന്തര വിപണിയെയും ഗുരുതരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. വർഷങ്ങളായി രാഷ്ട്രീയ അസ്ഥിരതയും ആഭ്യന്തര സംഘർഷങ്ങളും അനുഭവിക്കുന്ന ലിബിയയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് പുതിയ പ്രതിസന്ധി. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം പൂർണ്ണമായും നിലനിൽക്കുന്നത് എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ചാണ്. ഇത്തരം പ്രമുഖ റിഫൈനറികൾ ആക്രമിക്കപ്പെടുകയും അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്യുന്നത് രാജ്യത്തിന്റെ വരുമാനത്തിൽ ഭീമമായി ഇടിവുണ്ടാക്കുകയും സാമ്പത്തിക അടിത്തറയെ തകർക്കുകയും ചെയ്യും. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവും കൃത്യമായ ഭരണഘടനാപരമായ ഏകോപനമില്ലായ്മയുമാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് വഴിവെക്കുന്നത്. ലിബിയയിൽ നിലനിൽക്കുന്ന സമാന്തര ഭരണകൂടങ്ങളും ആയുധധാരികളായ വിവിധ വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ സുരക്ഷാ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഈ അവസരം മുതലാക്കിയാണ് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നത്. ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എന്നതിനെ കുറിച്ച് ഇതുവരെ കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രാദേശിക മിലിഷ്യ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ പിന്തുണയുള്ള സായുധ സംഘങ്ങളോ ആകാം ഇതിന് പിന്നിലെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്താൻ ലിബിയൻ സുരക്ഷാ സേനയും ഉത്തരവിട്ടിട്ടുണ്ട്. സാവിയയിലെ ഈ അടിയന്തര സാഹചര്യം ആഗോള ക്രൂഡ് ഓയിൽ വിപണിയിലും അലയൊലികൾ ഉണ്ടാക്കാൻ സാധ്യതയേറെയാണ്. നിലവിൽ പശ്ചിമേഷ്യൻ യുദ്ധങ്ങളും അന്താരാഷ്ട്ര സംഘർഷങ്ങളും കാരണം ഇന്ധനവില അസ്ഥിരമായി തുടരുകയാണ്. ഇതിനിടയിൽ ലിബിയയിൽ നിന്നുള്ള ഉൽപാദനം കൂടെ തടസ്സപ്പെടുന്നത് ലോക വിപണിയിൽ എണ്ണവില വീണ്ടും ഉയരുന്നതിന് കാരണമായേക്കാം. പ്രാദേശിക ജനവിഭാഗങ്ങളെയും ഈ സാഹചര്യം കടുത്ത ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. റിഫൈനറിക്ക് സമീപമുള്ള ജനവാസ മേഖലകളിലേക്ക് തീ പടരാനോ അല്ലെങ്കിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകാനോ ഉള്ള സാധ്യത അവരെ ഭയപ്പെടുത്തുന്നു. വിഷവാതക ചോർച്ച ഉണ്ടായാൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈനിക വ്യൂഹങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. എണ്ണപ്പാടങ്ങളും ശുദ്ധീകരണശാലകളും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ലിബിയയുടെ വിശ്വാസ്യതയെ തകർക്കും. വിദേശ നിക്ഷേപകർ ഇവിടേക്ക് വരാൻ മടിക്കുകയും നിലവിലുള്ള കരാറുകളിൽ നിന്ന് കമ്പനികൾ പിന്മാറുകയും ചെയ്യും.
ഇത് ലിബിയയുടെ ഭാവി വികസന പദ്ധതികളെ പൂർണ്ണമായും നിശ്ചലമാക്കാനിടയാക്കും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ കൂടുതൽ വിദഗ്ധരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സേവനം തേടിയിട്ടുണ്ട്. റിഫൈനറിക്ക് ചുറ്റുമുള്ള ഡ്രോൺ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനാണ് നിലവിൽ മുൻഗണന നൽകുന്നത്. കൂടുതൽ അത്യാധുനിക സിഗ്നൽ ജാമറുകളും നിരീക്ഷണ ക്യാമറകളും പ്രദേശത്ത് സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. റിഫൈനറിയിലെ സാധാരണക്കാരായ തൊഴിലാളികൾ വലിയ ഭയത്തോടെയാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ടാങ്കറുകൾക്ക് നേരെ തുടർച്ചയായി ഡ്രോണുകൾ പതിക്കുന്നത് തങ്ങളുടെ ജീവന് വലിയ അപകടമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഉചിതമായി സുരക്ഷ ഉറപ്പാക്കാതെ ജോലിയിൽ തുടരാനാവില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ജീവനക്കാർ. ലിബിയൻ ഊർജ്ജ മേഖല നേരിടുന്ന ഈ വലിയ ഭീഷണി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും രാജ്യത്തിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സഹായിക്കണമെന്നും ലിബിയൻ അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. രാജ്യത്തെ ഇന്ധന വിതരണ ശൃംഖലയെ തകരാറിലാക്കാതെ നിലനിർത്താൻ താൽക്കാലിക ബദൽ മാർഗങ്ങൾ NOC ആലോചിക്കുന്നുണ്ട്. മറ്റ് ചെറിയ റിഫൈനറികളിൽ നിന്നുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആവശ്യമായി വന്നാൽ വിദേശത്ത് നിന്ന് കൂടുതൽ ഇന്ധനം ഇറക്കുമതി ചെയ്യാനുമാണ് പദ്ധതി. എന്നാൽ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്നത് കണ്ടറിയണം. ഈ ആക്രമണ പരമ്പര ലിബിയയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ രാജ്യത്ത് സ്ഥിരത കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ആഭ്യന്തര യുദ്ധത്തിന്റെ ഭീതി വീണ്ടും ഉയർത്തുന്നു. സായുധ സംഘങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി എണ്ണ സമ്പത്തിനെ ആയുധമാക്കുന്നതും തടയേണ്ടതുണ്ട്. സാവിയയിലെ സംഭവങ്ങൾ കേവലം ഒരു പ്രാദേശിക സുരക്ഷാ പ്രശ്നം മാത്രമല്ല, മറിച്ച് വടക്കൻ ആഫ്രിക്കൻ മേഖലയുടെ ആകെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒന്നാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം ഇത്തരം സുപ്രധാന കേന്ദ്രങ്ങൾക്ക് എത്രത്തോളം വലിയ ഭീഷണിയാണ് എന്നത് ഇത് കാണിച്ചു തരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നാവിക റിഫൈനറിയുടെ പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നത് ലിബിയ ഭരണകൂടത്തിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങളെ ആശ്രയിച്ചിരിക്കും. ലോകത്തിലെ തന്നെ പ്രമുഖ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നായ ലിബിയയിൽ ഉണ്ടാക്കുന്ന ഓരോ അസ്ഥിരതയും ആഗോള ഊർജ്ജ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കും. സാവിയയിലെ ഈ അടിയന്തര സാഹചര്യം ഉടൻ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്.